10-20 വർഷം വണ്ടിയിൽ പോയിരുന്നു. പക്ഷേ ഡ്രൈവിംഗ് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹം അന്നുണ്ടായിരുന്നില്ല. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുകയും ജില്ലാ പള്ളി സ്കൂളിൽ ചേരുകയും ചെയ്തു. വയസ്സിപ്പം 69 വയസ്സായി. പക്ഷേ എനിക്ക് അതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല. പ്രായം നമ്മളെ കോൺഫിഡൻസാണ് ഇതിനൊക്കെ ആവശ്യം. അപ്പോൾ എനിക്കത് നേടാൻ കഴിയുമെന്നുള്ള ശക്തമായ വിശ്വാസമാണ് എനിക്ക് ഒരു ഡ്രൈവറാകാൻ കഴിഞ്ഞത്. ഞാൻ എടുത്തപ്പം തന്നെ അവിടുത്തെ ഇൻസ്പെക്ടർ എല്ലാവർക്കും പാസ്സായ ഫെയിലായ പേപ്പർ കൊടുക്കുമ്പോൾ പാസ്സായ പേപ്പർ എന്നെ കൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു നല്ല കോൺഫിഡൻസ് ഉള്ള ആളാണ്, നിങ്ങൾക്ക് എളുപ്പം ഡ്രൈവിങ് പാസ്സാകാൻ കഴിയും. അത് അക്ഷരാർത്ഥത്തിൽ എനിക്ക് വളരെ ഉപകാരമായി. പിന്നെ വടകരയുള്ള ഒരു സജീവമായിട്ട് ആണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം വളരെ വൈദഗ്ധ്യത്തോടു കൂടി ഒരു ടീച്ചിങ്ങിന് പറ്റിയ ആളാണെന്ന് എനിക്ക് തോന്നി. നല്ല വിവരണം കടയിൽ അത് കയറിപ്പോകുന്നുണ്ട്. അപ്പോൾ എച്ചെടുക്കുമ്പോൾ ആദ്യത്തേത് വലത്തെ കുറ്റി, രണ്ടാമത് ഇടതും, മൂന്നാമത് ഇടതും, നാലാമത് വലതും അതിൻ്റെ നേരെ തിരിച്ചാൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ എത്തി ക്ലച്ചുമ്പോൾ തന്നെ സ്പീഡ് കുറച്ചുകൊണ്ട് എടുക്കാൻ കഴിയും. എൻ്റെ ആദ്യത്തെ ട്രിപ്പ് തന്നെ എച്ചെടുക്ക് പാസ്സായി. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിൽ വളരെ സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായ സംസാരം, ഒരു ചെറിയ പാട്ട് വന്നാൽ പോലും അതിനെ ഒരു തെറ്റായി കാണാതെ അതിനെ ഒരു പോസിറ്റീവായി കണ്ടിട്ട് ഒരു പ്രത്യേകതരം ഒരു പോസിറ്റീവ് തിങ്ക് എന്നിൽ കൈമാറിയതാണ് എൻ്റെ ഒരു കോൺഫിഡൻസിനോട് കൂടി അദ്ദേഹത്തിൻ്റെ വർത്തമാനവും പഠിപ്പിക്കലും ശ്രദ്ധിക്കലും. ഒരിക്കൽ പോലും ദേഷ്യപ്പെടാതെ എന്നോട് വളരെ സ്മൂത്തായി സംസാരിച്ചു. ഞാൻ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂള് നാട്ടുമാരോടി കൂടിയെങ്കിലും പക്ഷേ അവർ നല്ല വ്യത്യസ്തത എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ഒരു എക്സ്പ്ലെയിൻ ചെയ്യലാണ്. അത് ഞാൻ മാത്രമല്ല, അവിടെ കൂടിയ ഒരുപാട് പെൺകുട്ടികൾ സജീവമായിട്ടാണെങ്കിൽ എത്രയും വേഗം പഠിക്കാൻ കഴിയും എന്ന് അവരെന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ സ്വന്തം വണ്ടിയിൽ ഓടിച്ച് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയല്ല, സ്വന്തം വണ്ടി BMW പോയി. അതെ. അപ്പോൾ എവിടെ വരെ പോയി നമ്മള്? ഇന്ന് ഊഴി, അതുപോലെ തന്നെ ചെമ്പനോട, അടുക്കത്ത്, മുള്ളംകുന്ന് എല്ലാ പ്രദേശത്തോടും കൂടി പോയി. അദ്ദേഹത്തിന് എൻ്റെ സ്റ്റെയറിങ് തോണ്ടി വന്നിട്ടില്ല. എന്തെങ്കിലും ചെറിയ മൈനസായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ആളുടെ കൂടിയൊക്കെ ഒരു 2 മാസം പോയാൽ നല്ലൊരു ഡ്രൈവറാകുമെന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന് ഞാനൊരു കടപ്പാടും നന്ദിയും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. വളരെയധികം സന്തോഷം. എന്നെ പഠിപ്പിച്ച വില്യാപ്പള്ളി സ്കൂളിനും അൻവർമാർക്കും പ്രത്യേക അഭിനന്ദനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. അഭിവാദ്യം. ഓക്കെ, താങ്ക് യു.